കേരളത്തിലെ ഖാദി സ്ഥാപനങ്ങൾ ഇപ്പോൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് സർവോദയ സംഘത്തിന് മാത്രമായി 6 കോടിയിലധികം രൂപയാണ് കുടിശ്ശികയായിട്ട് കിട്ടാനുള്ളത്. ഇന്ന് 100-125 ദിവസം വരുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്ന അത്ര പോലും പരിഗണന കേരളത്തിലെ ഖാദി സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നില്ല. പുതിയ ഭരണ സർക്കാർ നിലവിൽ വന്നെങ്കിൽ ഒരു വലിയൊരു പ്രതീക്ഷയിലാണ് ഖാദി മേഖല നിൽക്കുന്നത്. നമസ്കാരം. 10 വർഷക്കാലം നീണ്ട പിണറായിയുടെ ഭരണം അവസാനിച്ച് UDFന്റെ നേതൃത്വത്തിൽ പുതിയൊരു മന്ത്രിസഭ അധികാരത്തിലേറുമ്പോൾ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വലിയ പ്രതീക്ഷകളാണ്. അത്തരത്തിൽ പുതിയൊരു മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതോടുകൂടി തങ്ങളുടെ നീണ്ട നാളത്തെ ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ കൈത്തറി മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ജനങ്ങൾ. കഴിഞ്ഞ 5-8 വർഷക്കാലമായി ഏതാണ്ട് 60 കോടിയിലധികം രൂപയാണ് സർക്കാർ കേരളത്തിലെ കൈത്തറി മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് കുടിശ്ശിക ഇനത്തിൽ മാത്രം നൽകാനുള്ളത്. കോഴിക്കോട് സർവോദയ സംഘത്തിന് മാത്രം ഈ കാലയളവിൽ ഏതാണ്ട് 6 കോടിയിൽ പരം രൂപയാണ് സർക്കാരിൽ നിന്ന് കിട്ടാനുള്ളത്. തങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് എന്ന് മറുനാടനോട് വ്യക്തമാക്കുകയാണ് കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ സെക്രട്ടറി ശ്യാം പ്രസാദ്. കേരളത്തിലെ ഖാദി സ്ഥാപനങ്ങൾ ഇപ്പോൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 5-8 വർഷത്തോളമായി റിബേറ്റിൽ വന്ന കുടിശ്ശികയാണ്. ഇപ്പോൾ കോഴിക്കോട് സർവോദയ സംഘത്തിന് മാത്രമായി 6 കോടിയിലധികം രൂപയാണ് കുടിശ്ശികയായിട്ട് കിട്ടാനുള്ളത്. കേരളത്തിലെ മൊത്തം ഖാദി സ്ഥാപനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് 60 കോടിക്ക് മുകളിലെത്തി നിൽക്കുകയാണ്. തീർച്ചയായും ഖാദി പോലുള്ള സ്വദേശി പ്രസ്ഥാനങ്ങളെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഒരു വലിയ കടമയാണ്. ഇന്ന് 100-125 ദിവസം വരുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്ന അത്ര പോലും പരിഗണന കേരളത്തിലെ ഖാദി സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം 90% സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ഖാദി മേഖല എന്നുള്ളത്. അതുകൂടാതെ 365 തൊഴിൽ ദിവസങ്ങളും അവർക്ക് കൊടുക്കുവാനായിട്ട് ഖാദി സ്ഥാപനങ്ങൾക്ക് കഴിയും. പക്ഷേ നിർഭാഗ്യവശാൽ ഖാദി സ്ഥാപനങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന സർക്കാരുകളുടെ അടുത്തു നിന്ന് കിട്ടുന്നില്ല. ഇതുകൊണ്ട് ദൈനംദിന പ്രവർത്തനങ്ങൾ തന്നെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഖാദി സ്ഥാപനങ്ങൾ പോവുകയാണ്. അസംസ്കൃത വസ്തുക്കളായ സ്ലൈവർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഉൽപ്പാദനത്തെയും ഇത് സാരമായി ബാധിക്കുകയാണ്. അതിനു പുറമെ കേരളത്തിലെ ഒരുവിധം ഖാദി സ്ഥാപനങ്ങളിലുള്ള ഉൽപ്പാദന കേന്ദ്രങ്ങളെല്ലാം തന്നെ കാലപ്പഴക്കം കാരണം ജീർണിച്ചു പോയവയാണ്. അതൊക്കെ ഈ മഴക്കാലത്തിന് മുമ്പേ തന്നെ അറ്റകുറ്റപ്പണികൾ ചെയ്യാനുള്ള ഒരു ഫണ്ടെങ്കിലും അനുവദിച്ച് കിട്ടേണ്ടതുണ്ട്. അതുപോലെ ചർക്ക, തറി തുടങ്ങിയവയും കാലഹരണപ്പെട്ടവയാണ്. ഇതെല്ലാം ഉൽപ്പാദനത്തിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ സർക്കാർ ഒരു പ്രത്യേക പരിഗണന പുതിയ ഭരണ സർക്കാർ നിലവിൽ വന്നെങ്കിൽ ഒരു വലിയൊരു പ്രതീക്ഷയിലാണ് ഖാദി മേഖല നിൽക്കുന്നത്. ഖാദിക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് തന്നെ ഒരു വലിയ ഫണ്ട് തന്നെ ഖാദി മേഖലയ്ക്ക് അനുവദിക്കണം. പല സമയങ്ങളായിട്ട് റിബേറ്റിൻ്റെ കുടിശ്ശിക പാസ്സാക്കാറുണ്ട്. പക്ഷേ നിലവിൽ കിട്ടാനുള്ളതിൻ്റെ ഒരു 3%, 5% മാത്രമാണ് ഈ അവസരത്തിൽ പാസ്സാക്കുന്നത്. അത് നിലവിൽ അപ്പോൾ തന്നെ ഒരു 5 മാസത്തെ 6 മാസത്തൊക്കെ PF-ഉം ESIൻ്റെ ഒക്കെ കുടിശ്ശിക സ്ഥാപനങ്ങൾക്കുണ്ടാവും. ഇത് അടച്ചു തീർക്കാൻ മാത്രമേ സ്ഥാപനങ്ങൾക്ക് ഈ ഫണ്ട് കൊണ്ട് ഉപകാരപ്രദമാവുന്നുള്ളൂ. സ്ഥാപനത്തിനെ മുന്നോട്ട് നയിക്കാനോ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനോ കഴിയുന്നില്ല. ഖാദി എന്ന് പറയുന്നത് നമുക്കറിയാം വെറും ഒരു തുണിയല്ല, അതൊരു വലിയ വികാരമാണ്. ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, പ്രകൃതിക്ക് അനുയോജ്യമായതാണ്. അതുകൊണ്ട് ഒക്കെ തന്നെ ഖാദിയെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുക, ഖാദി മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് നൽകാറുള്ളത്. കോഴിക്കോട് ഈ ഒരു സ്ഥാപനത്തിന് കീഴിൽ എത്ര തൊഴിലാളികൾ ജോലി ചെയ്യുന്നു? കോഴിക്കോട് സർവോദയ സംഘത്തിന് കീഴിൽ 600-ലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. 5 ജില്ലകളിലായിട്ടാണ് കോഴിക്കോട് സർവോദയ സംഘത്തിന്റെ പ്രവർത്തന മേഖല വരുന്നത്. ഇപ്പോൾ കോഴിക്കോട് സർവോദയ സംഘത്തിന് മാത്രമാണ് ഈ 6 കോടി രൂപ കിട്ടാൻ? അത് കോഴിക്കോട് സർവോദയ സംഘത്തിന് മാത്രമാണ് 6 കോടി രൂപ കിട്ടുള്ളത്. അത് വെറും റിബേറ്റിന്റെ കുടിശ്ശിക മാത്രമാണ്. നൂൽപ്പ് നെയ്ത്ത് തൊഴിലാളികൾക്ക് കിട്ടേണ്ട മിനിമം വേതനവും ഇൻസെന്റീവും 7 മാസത്തിലധികമായി മുടങ്ങി കിടക്കുകയാണ്. നമുക്കറിയാം ഖാദിയിൽ നൂൽപ്പിലും നെയ്ത്തിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ തുച്ഛമായ വേജസ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മിനിമം വേജസും അതേപോലെ തന്നെ ഇൻസെന്റീവും അതാത് മാസങ്ങളിൽ തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ ഇവർക്ക് കിട്ടിയാലേ ഇവർക്ക് ബസ്സിനുള്ള പണം പോലും കൊടുത്തു വരാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. എത്ര പേരുണ്ട് ഈ കോഴിക്കോട് സർവോദയ
സംഘത്തിന് കീഴിൽ തൊഴിലെടുക്കുന്ന ആളുകൾ? കോഴിക്കോട് സർവകലാശാല സംഘത്തിന്റെ കീഴിൽ ഏകദേശം 600-ലധികം നൂൽപ്പ് നെയ്ത്ത് തൊഴിലാളികൾ വരുന്നുണ്ട്. 5 ജില്ലകളിലായിട്ടാണ് കോഴിക്കോട് സർവകലാശാല സംഘത്തിന്റെ പ്രവർത്തന മേഖല വരുന്നത്. ഇതേപോലെ കേരളത്തിൽ ആയിരക്കണക്കിന് നൂൽപ്പ് നെയ്ത്ത് തൊഴിലാളികളാണ് യഥാസമയം മിനിമം വേജസും ഇൻസെന്റീവും കിട്ടാതെ ബുദ്ധിമുട്ടുന്നത്. ഇത് പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരികയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുള്ള പ്രതീക്ഷയും? തീർച്ചയായും ഒരു പുതിയ സർക്കാർ വരുമ്പം എല്ലാവർക്കും ഒരു പുതിയ പ്രതീക്ഷകളാണുള്ളത്. പ്രത്യേകിച്ച് ഖാദി മേഖലയെ പറ്റി കൂടുതൽ മറ്റേത് രാഷ്ട്രീയ പാർട്ടികൾക്കാരും മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിനാണെന്ന് വിചാരിക്കുന്നു. കാരണം മഹാത്മാഗാന്ധിജി വിഭാവനം ചെയ്ത ഒരു പ്രസ്ഥാനമാണിത്. ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അതേപോലെ തന്നെ അതിലൂടെ ഭാരതത്തെ സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു വലിയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടായിരുന്നു മഹാത്മാഗാന്ധിജി ഈ പ്രസ്ഥാനം രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ വരുമ്പോൾ വളരെയധികം പ്രതീക്ഷകളാണ് ഖാദി മേഖല വെച്ച് പുലർത്തുന്നത്. 6 കോടിയിൽ പരം രൂപയാണ് കോഴിക്കോട് സർവോദയ സംഘത്തിന് മാത്രം സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ളത്. ഇതിൽ വലിയൊരു ശതമാനവും റിബേറ്റ് ഇനത്തിൽ ഇളവ് പ്രഖ്യാപിച്ച വകയിൽ തങ്ങൾക്ക് ലഭിക്കാനുള്ളതാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതാണ്ട് 600ഓളം തൊഴിലാളികൾ നീണ്ട നാളത്തെ പരിശ്രമത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ തുണിത്തരങ്ങൾ നെയ്തുണ്ടാക്കുമ്പോൾ അവർക്ക് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും അല്ലെങ്കിൽ നിത്യച്ചെലവിന് പോലുമുള്ള തുക നൽകുന്നതിന് വേണ്ടി തങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് വളരെ വിഷമത്തോടുകൂടി അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത്. പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവർ വലിയ പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ വരുമ്പോൾ. കാരണം കൈത്തറിയുടെ മഹത്വം മറ്റേത് പാർട്ടിക്കാരെക്കാളും കൂടുതലായി കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകും എന്നുള്ളതാണ് ഇവരുടെ ഒരു വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. തങ്ങൾക്ക് ലഭിക്കാനുള്ള തുക ലഭിക്കുന്നതിന് വേണ്ടുന്ന ഇടപെടൽ മന്ത്രിതലത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവർക്ക് ആദ്യം തന്നെ മുന്നോട്ട് വെക്കാനുള്ളത്. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായ കൈത്തറി, അല്ലെങ്കിൽ ഭാരതത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായ കൈത്തറി എന്ന് പറയുന്നത് ഇന്ന് അന്യം നിന്ന് പോകുന്ന വക്കിലാണ്. അതിനെയെല്ലാം ഇത്തരത്തിൽ സംരക്ഷിച്ചു നിൽക്കുന്ന ഇവരെ ചേർത്ത് പിടിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടി നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി, കോഴിക്കോട്.